കുറേ കാര്യങ്ങൾ ഞാൻ മറച്ചു വെച്ചു, സത്യമാണ്. അപ്പം ആ കാര്യങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അവരുടെ കിടപ്പറ രഹസ്യമായിരിക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ ഞാൻ സീതത്തോടുള്ള ദീപ്തി ടീച്ചറിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. അപ്പോൾ ആദ്യം തന്നെ ഒരു ഡിസ്ക്ലൈമർ പോലെ ഞാൻ പറയട്ടെ, എൻ്റെ വീഡിയോസ് എന്ന് പറയുന്നത് ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായി കണ്ടതിന് ശേഷം എൻ്റെ അഭിപ്രായങ്ങൾ, അങ്ങനെയാണല്ലോ എല്ലാവരുടെയും കോണ്ടന്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായം തന്നെ നിങ്ങളുടെ അഭിപ്രായം ആയിരിക്കണമെന്ന് എനിക്ക് വലിയ നിർബന്ധമില്ല. അതുപോലെ നിങ്ങളും വാശി പിടിക്കരുത്, നിങ്ങളുടെ അഭിപ്രായം ആയിരിക്കില്ല എൻ്റെ അഭിപ്രായം. ഞാൻ അങ്ങനെ പറഞ്ഞതിൻ്റെ കാര്യം, നമ്മളൊരു റിയാക്ഷൻ വീഡിയോ ഇടുമ്പോൾ രണ്ട് ഭാഗങ്ങളുണ്ടാവും എപ്പോഴും ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്ന്. അതിനെ സപ്പോർട്ട് ചെയ്യുന്നതും അതിനെ ഒപ്പോസ് ചെയ്യുന്നവരും, അല്ലേ? അത് എന്ത് കാര്യങ്ങൾക്കും അങ്ങനെയാണ്. അങ്ങനെ ഒരു പഴഞ്ചൊല്ല് പോലെയുണ്ട്, എന്തോ ഒരു കാര്യം ചെയ്താൽ രണ്ടുണ്ട് ഭാഗം എന്നോ, അങ്ങനെ എന്തോ. അപ്പോൾ ദീപ്തി ടീച്ചറിൻ്റെ വീഡിയോയിലും രണ്ട് ടീം ഉണ്ടായിരുന്നു. ദീപ്തി ടീച്ചർ കഴിഞ്ഞ ദിവസം ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട, അതായത് അവരുടെ കമൻറ്റ് സെക്ഷനിൽ നെഗറ്റീവായിട്ട് മെസ്സേജ് ചെയ്ത ഒരാളാണ്. ഞാൻ പേരൊന്നും പറയുന്നില്ല, ഞാൻ സ്ക്രീൻഷോട്ട് ഇവിടെ എവിടെയെങ്കിലും ആഡ് ചെയ്യാം, ഓക്കെ? അപ്പോൾ അവർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, കൊള്ളാം, വളരെ മനോഹരമായി, എന്താണ്, ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നു എന്നുള്ള രീതിയിൽ. അതായത് ദീപ്തി ടീച്ചറിൻ്റെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ മറച്ചു വെച്ചിട്ട് ഡിപ്ലോമാറ്റിക്കലി സംസാരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇവർ എന്നോട് അഭിപ്രായം പറഞ്ഞത്, എൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഈ ചേച്ചിയോട്, ചേച്ചിയാണോ അതോ അനിയത്തിയാണോ അമ്മച്ചിയാണോ എന്നൊന്നും അറിയത്തില്ല, എങ്കിലും ചോദിക്കുക, ഞാനിട്ട വീഡിയോയിൽ എന്ത് കാര്യമാണ് മറച്ചു വെച്ച് സംസാരിച്ചത്? ദീപ്തി ടീച്ചറിൻ്റെ എന്തോ വലിയ കാര്യം ഞാൻ മറച്ചു വെച്ച് സംസാരിച്ചു, ഡിപ്ലോമാറ്റിക്കലി സംസാരിച്ചു, അതിന് എന്നെ അഭിനന്ദിക്കുന്നുണ്ട്. അഭിനന്ദനം കിട്ടിയല്ലോ, അപ്പൊ പിന്നെ അത് എന്തിനാണ് അഭിനന്ദനം കിട്ടിയെന്ന് അറിയാനുള്ള ഒരു റൈറ്റ് എനിക്കുണ്ടല്ലോ, അതുകൊണ്ട് ചോദിക്കുകയാണ്, അഭിനന്ദിച്ച ആളോട് തന്നെ ചോദിക്കുകയാണ്, ദീപ്തി ടീച്ചറിനെ കുറിച്ച് ഞാനിട്ട വീഡിയോയിൽ എന്ത് കാര്യമാണ് വളരെ ബുദ്ധിപരമായി ഞാൻ മറച്ചു വെച്ചിട്ട് ഡിപ്ലോമാറ്റിക്കലി അവരോട് സംസാരിച്ചു എന്നുള്ള കാര്യം ഒന്ന് പറയാമോ? ഈ വീഡിയോയുടെ അടിയിൽ ആർക്ക് വേണമെങ്കിലും കമന്റ് ചെയ്യാം. എൻ്റെ ആ പ്രീവിയസ് വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ എന്താണ് ദീപ്തി ടീച്ചറിനെ കുറിച്ച് മറച്ചത്? എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും തൊട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഒരൊറ്റ വീഡിയോ കൊണ്ടൊന്നും ഒതുങ്ങത്തില്ല. എങ്കിലും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് എല്ലാ കാര്യങ്ങളിലും ഒന്ന് ടച്ച് ചെയ്ത് ഞാൻ പോയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അല്ല എന്ന അഭിപ്രായമുള്ളവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ, കാരണം നമുക്ക് നമ്മുടെ കുറവുകൾ എവിടെയാണെന്ന് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന ഈ മറച്ചു വെക്കൽ എന്ന് പറയുന്നത്, ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, കുറേ കാര്യങ്ങൾ ഞാൻ മറച്ചു വെച്ചു, സത്യമാണ്. അപ്പം ആ കാര്യങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അവരുടെ കിടപ്പറ രഹസ്യമായിരിക്കും. രണ്ടാമത്തത് അവരുടെ വരവ് ചെലവിൻ്റെ കണക്കായിരിക്കും. മൂന്നാമത്തത് അവരുടെ വരുമാനത്തിൻ്റെ സ്രോതസ്സായിരിക്കും. നാലാമത്തത് അവരുടെ ആദ്യ ഭർത്താവുമായിട്ടുള്ള ഇവരുടെ സ്വകാര്യ സംഭാഷണങ്ങളും ഇവരുടെ രഹസ്യ സംസാരങ്ങളും ഒക്കെ ആയിരിക്കും. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇവരുടെ വിവാഹ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതിപ്പോൾ ചോദിക്കാൻ എനിക്ക് തൽക്കാലം സൗകര്യമില്ല, അതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് സൗകര്യമില്ല, കാരണം തൊലിക്കെട്ടിയില്ല. കുറച്ച് നാളുകൂടെ കഴിയുമ്പോഴത്തേക്കും നല്ല തൊലിക്കെട്ടിയൊക്കെ വരുകയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് തന്നെ സംസാരിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വരുമാന സ്രോതസ്സ്. നാണമില്ലേ നാട്ടുകാരുടെ, കണ്ടവന്റെ വരുമാന സ്രോതസ്സ്, അതായത് നിങ്ങൾക്ക് ഇത്ര ഇൻകം കിട്ടുന്നല്ലോ, അതൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കാനുള്ള ചങ്കുറപ്പ് എനിക്കില്ല. അത് വരുമ്പോൾ ഞാൻ പിന്നീട് അതിനെക്കുറിച്ചും ചോദിക്കുന്നതായിരിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഭർത്താവുമായിട്ടുള്ള സ്വകാര്യ സംഭാഷണങ്ങൾ, അതായത് വളരെ സ്നേഹത്തോടെ, ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും ഇനി അല്ല, സാധാരണ ഒരു കപ്പിൾസ് കല്യാണം കഴിക്കാത്ത ആളുകളൊക്കെ ആണെങ്കിലും അവരങ്ങേയറ്റം സ്നേഹത്തോടെ ഇരിക്കുമ്പോഴായിരിക്കുമല്ലോ രഹസ്യങ്ങളൊക്കെ. ഞാനാണെങ്കിൽ ഇങ്ങനെ ആദ്യം ഇങ്ങനെ എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത്, അല്ലാതെ ദേഷ്യപ്പെട്ട് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുമ്പം എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ആരും വിളിച്ച് പറയത്തില്ലല്ലോ. അപ്പം അവരുടെ സ്വകാര്യതയിൽ സ്നേഹത്തോടെ സംസാരിച്ച, അല്ലെങ്കിൽ അവരെപ്പോഴെങ്കിലും മനസ്സ് തുറന്നു പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് അതും പറ്റത്തില്ല. അങ്ങനെ പറ്റുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഭർത്താവ് രണ്ടാമത് കെട്ടിയതാണല്ലോ, എന്തുകൊണ്ട് നിങ്ങൾ അത് അറിഞ്ഞില്ല? അത് അവർ തമ്മിലുള്ള പ്രശ്നമാണെന്നേ. അതിനെക്കുറിച്ച് അവർ പറഞ്ഞു, അതായത് അവരെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ഒരു സംഭവം അദ്ദേഹം ചെയ്തു എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞ സ്ഥിതിക്ക് അതിൻ്റെ കൂടുതൽ അന്തർധാരയിലേക്ക് ഇറങ്ങി പിന്നീട് എന്തൊക്കെയായിരുന്നു നിങ്ങൾ സംസാരിച്ചതെന്ന് ചോദിക്കാനുള്ള തൊലിക്കെട്ടി വരുന്ന ദിവസം ഞാൻ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. എനിക്ക് തോന്നുന്നില്ല ഒരു 10-50 വർഷത്തേക്ക് അങ്ങനെ അത്ര വലിയൊരു തൊലിക്കെട്ടി എനിക്ക് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ കമന്റ് ഇട്ട വ്യക്തി, ആ വ്യക്തിയോട് എനിക്ക് വല്ലാത്തൊരു ബഹുമാനം എനിക്ക് തോന്നിപ്പോയി. അതായത് 100-ൽ ഒരാൾക്കേ കിട്ടത്തുള്ളൂ അങ്ങനെ ഒരു ചങ്കൂറ്റവും ചങ്കുറപ്പും ഒരു തൊലിക്കെട്ടിയും ഒക്കെ. അങ്ങനെ ഒരു ചങ്കൂറ്റവും ചങ്കുറപ്പും തൊലിക്കെട്ടിയും ഉണ്ടല്ലോ എന്നോർത്ത് എനിക്ക് വല്ലാത്തൊരു ബഹുമാനം തോന്നിപ്പോയി.
കാരണം കണ്ടവന്റെ വരുമാന സ്രോതസ് ഇപ്പം ഞാൻ വഴിയെ പോകുന്നത്, അല്ലെങ്കിൽ ഒരു വീഡിയോ ഇടുന്ന, ഞാൻ സ്ഥിരമായ ഒരാളുടെ വീഡിയോ കാണുന്നുണ്ട്, ചാനൽ കാണുന്നുണ്ട്, ഞാൻ അവരെ ഫോൺ ചെയ്ത് ചോദിക്കുക നിങ്ങളുടെ വരുമാനം എത്രയാണ്, അതൊക്കെ കൊണ്ട് നിങ്ങൾ എന്തോ ചെയ്യുന്നത്, ഇപ്പം ആദിവാസികളെ ഹെൽപ്പ് ചെയ്യാണ്, അവർ ചാരിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മാസം എന്തേ ചാരിറ്റി ചെയ്യാഞ്ഞ്, നിങ്ങൾക്ക് എത്ര റവന്യൂ കിട്ടി, ഇമ്മാതിരി അവരുടെ അടുക്കള രഹസ്യങ്ങളും അവരുടെ വീട്ടിനുള്ളിലെ കാര്യങ്ങളും പോയി ചോദിക്കാൻ, അതായത് ആരാന്റെ അടുക്കള രഹസ്യം അല്ലെങ്കിൽ കണ്ടവന്റെ വീട്ടുകാര്യങ്ങൾ ചോദിക്കാൻ എനിക്ക് അത്ര വലിയ തടിമെടുക്കോ തൊലിക്കെട്ടിയോ കിട്ടിയിട്ടില്ല. അടുത്ത കാര്യം എന്ന് പറയുന്നത്, ദീപ്തി ടീച്ചർ ആദിവാസികളെ ചൂഷണം ചെയ്യുന്നു എന്നുള്ള കാര്യം. ഞാൻ അവരുടെ പല വീഡിയോസിലും കണ്ടിരിക്കുന്നത് ആദിവാസികൾക്ക്, അതായത് ആ ഗോത്രത്തിൽപ്പെടുന്ന ആളുകളെ ഒരുപാട് സഹായിക്കുന്ന, കുട്ടികൾക്ക് പഠിക്കാനുള്ളതാണെങ്കിലും അവർക്ക് ദൈനംദിന ജീവിതത്തിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിലും എത്തിച്ചു കൊടുക്കുന്ന കണ്ടത്. കാരണം ഈ സാധനം അവിടെ കൊണ്ട് എത്തിച്ചു കൊടുത്തിട്ട് അവരുടെ വീട്ടിലിരിക്കുന്ന അരിയും ചാക്കും, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ കെട്ടിവെച്ചിരിക്കുന്ന വിറക്, അവരുടെ വീട്ടിൽ അവർ കിടക്കുന്ന പായയൊക്കെ ചുരുട്ടി ടീച്ചർ വണ്ടിയിൽ വെച്ച് കെട്ടിക്കൊണ്ട് വരുന്നത് ഞാൻ കാണാത്ത സ്ഥിതിക്ക് എനിക്ക് അതും ചോദിക്കാനുള്ള ധൈര്യമില്ല. കാരണം നമ്മൾ കാണാത്ത കാര്യത്തെക്കുറിച്ച് വഴിയേ പോകുന്ന ഒരാളുടെ അടുത്ത് ചോദ്യം ചോദിച്ച് അവന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചു കൂട്ടേണ്ട സ്വഭാവം നമുക്കില്ലാത്തത് കൊണ്ട് തൽക്കാലം അതിനെക്കുറിച്ചും സംസാരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ എന്തുകൊണ്ട് ദീപ്തി ടീച്ചറിനെ സപ്പോർട്ട് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം മുതലേ ഇവരുടെ വീഡിയോസ് കാണാറുണ്ട്. എനിക്ക് പേഴ്സണലി ആരുമായിട്ടും വലിയ കോണ്ടാക്ട്സ് ഒന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, കോവിഡ് ലോക്ക്ഡൗൺ സമയത്ത് നമ്മളൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 2-2.5 മാസത്തോളം വെറുതെ ഇരുന്നു, വീട്ടിനുള്ളിൽ തന്നെ ഇരുന്നു. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ, കുക്ക് ചെയ്യുക, കഴിക്കുക, തിന്നുക, ഉറങ്ങുക. എപ്പോഴും ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഇടയ്ക്ക് നമ്മളിങ്ങനെ യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കും. ആ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരുന്ന കുറേ ചാനൽസ് ഉണ്ടായിരുന്നു. അതിലൊന്നാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ എന്നുള്ളതിൽ. അപ്പോൾ ഞാൻ ആദ്യമായി കണ്ട 1-2 വീഡിയോസിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ, ഒരു Q&A ആയിരുന്നു. അതായത് അവർ ആ സീതത്തോടിൻ്റെ കരയിൽ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പൊതുവെ സിന്ദൂരം തൊടാത്ത ദീപ്തി ടീച്ചർ അന്ന് Q&A സെക്ഷനിൽ ഒരു സിന്ദൂരമൊക്കെ തൊട്ട്, എനിക്ക് തോന്നുന്നു ഒരു റെഡ് കളറിലെ ചുരിദാറൊക്കെ ഇട്ട് സീതത്തോടിന്റെ കരയിൽ പോയിരുന്നിട്ടാണ് ആ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ദീപ്തി ടീച്ചർ എന്തുകൊണ്ട് സിന്ദൂരം തൊടുന്നില്ല, അതായത് നെറ്റിയിൽ സിന്ദൂരം തൊടുക. ഹിന്ദുവിസത്തിൽ ഇമ്പോർട്ടൻ്റ് ആണല്ലോ, വിവാഹം കഴിഞ്ഞാൽ ഭർത്തൃമതികളായിട്ടുള്ള സ്ത്രീകൾ നെറ്റിയിൽ സിന്ദൂരം അണിയുക, ദീർഘസുമംഗലി ഭവ, അങ്ങനെ എന്തോ സംതിങ് ആണെന്ന് തോന്നുന്നു അവരുടെ ആ വിശ്വാസപ്രകാരം. അപ്പൊ എന്തുകൊണ്ട് സിന്ദൂരം തൊടുന്നില്ല, ഡിവോഴ്സ് ആയോ എന്നുള്ള ചോദ്യത്തിന് ദീപ്തി ടീച്ചർ പറഞ്ഞ ഒരു ആൻസർ എപ്പോഴും എൻ്റെ മനസ്സിൽ, ഈ പ്രശ്നങ്ങൾ ഒക്കെ വരുന്നതിന് മുന്നും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചില ആളുകളെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ വീഡിയോസ് എന്തെങ്കിലും കാണുമ്പം നമുക്ക് സ്ട്രൈക്ക് ചെയ്ത ചില കാര്യങ്ങൾ ഓർമ്മ വരാറില്ലേ. അപ്പോൾ ഈ നെഗറ്റിവിറ്റി, ഹെഡ്രിഡ് ഒക്കെ വരുന്നതിന് മുന്നേ തന്നെ ഇവരുടെ വീഡിയോസ് എപ്പോഴെങ്കിലും ഞാനൊന്ന് കണ്ടു കഴിയുമ്പോൾ എനിക്കത് ഓർമ്മ വരുമായിരുന്നു. അപ്പോൾ ആ ഒരു ക്വസ്റ്റിന് ദീപ്തി ടീച്ചർ കൊടുത്തൊരു ആൻസർ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആയിട്ടൊന്നുമില്ല, സിന്ദൂരം തൊടുന്നതും തൊടാതിരിക്കുന്നതും ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ചോയ്സ് ആണ്, ഓപ്ഷൻസ് ആണ്. വേണമെങ്കിൽ സിന്ദൂരം തൊടാം. എത്രയോ പേർ താലി ഇടാതെ നടക്കുന്നു, അതൊരു തെറ്റൊന്നുമല്ല. ചില ആളുകളാണെങ്കിൽ താലി കഴുത്തിൽ നിന്ന് മാറ്റിയാൽ അത് എന്തോ ഒരു വലിയ പാപമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ. അത് ഓരോരുത്തരുടെ വിശ്വാസം. ആരുടെയും വിശ്വാസത്തെയോ ആരാധനാ സ്വാതന്ത്ര്യത്തെയോ ഒന്നിനെയും നമുക്ക് ചോദ്യം ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ടീച്ചർ പറയുന്നുണ്ട്, ഞങ്ങൾ ഡിവോഴ്സ് ഒന്നുമല്ല, സിന്ദൂരം ഞാൻ പൊതുവേ തൊടാറില്ല. പിന്നെ ഈ ഡിവോഴ്സ് എന്ന് പറയുന്ന കാര്യം നമ്മുടെ കുടുംബത്തിൽ ആരും ഇന്നുവരെ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു കാര്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാനും പോകുന്നില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അതൊക്കെ സോൾവ് ചെയ്ത് വിടും, അല്ലേ അമ്മു എന്ന് നാത്തൂനോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട്. അവർ റീസെൻ്റ്ലി, അതായത് സെക്കൻഡ് മാരേജ് നടന്ന സമയത്തും ഞാൻ അന്ന് അവർ പറഞ്ഞ ആ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത്. കാരണം പുള്ളിക്കാരത്തിയുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പുള്ളിക്കാരത്തി അതിനെ ഡിവോഴ്സ് ചെയ്യാൻ ആഗ്രഹിച്ച ഒരു വ്യക്തി അല്ലായിരുന്നു എന്നുള്ളത് ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവരുടെ, എനിക്ക് തോന്നുന്നു ഞങ്ങൾ എങ്ങനെയൊക്കെയായി എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബ് ചാനലിൽ തുടക്കത്തിലുള്ള ഏതൊരു Q&A സെക്ഷൻ വരുന്നുണ്ട് ഈ ഒരു സംഭവം. നിങ്ങൾ പോയിരുന്ന് തെരഞ്ഞു പിടിച്ച് കാണുക. കാരണം നെഗറ്റീവ് പറയുന്ന 1-2 ആളുകളോടാണ് പറയുന്നത്. പോസിറ്റീവായിട്ട് ഇതിനെ എടുത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ കഷ്ടപ്പെട്ട് അത് കാണണം എന്നില്ല, അവർ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ നെഗറ്റീവ്, അതായത് ഈ ഇതിനെക്കുറിച്ചൊന്നും മനസ്സിലാകാത്ത ആളുകളുണ്ടല്ലോ, പോയി തെരഞ്ഞു പിടിച്ച് ഇത് ഒന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അന്നും അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത്രയും പ്രശ്നങ്ങളിടയ്ക്കും അവർ ചിന്തിക്കുന്ന ഒരു കാര്യം, അവർ പറഞ്ഞിരുന്ന ഒരു കാര്യം, അഥവാ ഡിവോഴ്സ് എന്തെങ്കിലും നടക്കേണ്ട പ്രശ്നങ്ങൾ വന്നാലും ഞങ്ങൾ അതങ്ങ് സോൾവ് ചെയ്യത്തുള്ളൂ, നമ്മുടെ കുടുംബത്തിൽ ഡിവോഴ്സ് എന്ന് പറയുന്ന സംഭവം അങ്ങനെ നടന്നിട്ടില്ല എന്നുള്ളത്. ഒരു വ്യക്തി അവരെ വിവാഹം ചെയ്തു, ആ വിവാഹം അവർ മനഃപൂർവ്വം ഒഴിവാക്കിയിട്ട് ഇപ്പം മറ്റൊരാളെ വിവാഹം ചെയ്തു എന്നുള്ള രീതിയിലൂടെയുള്ള കോൺട്രവേഴ്സീസ് അല്ലെങ്കിൽ ആരോപണങ്ങൾ ഒരു സ്ത്രീക്ക് നേരെ വരുമ്പോൾ അതിൽ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങളെപ്പോലെയാണ് ലോകത്തുള്ള ആളുകളെന്ന് വിശ്വസിക്കരുത്. യാഥാർത്ഥ്യങ്ങൾ പലതും മനസ്സിലാക്കിയ ഒരു 30% ആളുകളെങ്കിലും
ഈ ലോകത്തിലുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ എന്നെ സംബന്ധിച്ച് അവരുടേതായിട്ട് ഞാൻ കണ്ട വീഡിയോസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത ഒരു വീഡിയോ എന്ന് പറയുന്നത് അതാണ്. Q&A സെക്ഷനിൽ അവർ പറഞ്ഞ ആ ഒരു കാര്യം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെക്കൻഡ് മാരേജിന്റെ സമയത്ത് വീണ്ടും വീണ്ടും ഞാൻ അത് ഓർത്തുകൊണ്ടേയിരുന്നു. കാരണം അത്രയും കോൺഫിഡൻസോടെ പറഞ്ഞവരുടെ ആ ഒരു ജീവിതം നഷ്ടപ്പെട്ടു പോയല്ലോ എന്നോർത്തും അതിനപ്പുറത്തേക്ക് ഒരു മദ്യപാനി വിവാഹം ചെയ്താൽ എന്തൊക്കെ കോൺസിക്വൻസസ് ആയിരിക്കും അവരുടെ ജീവിതത്തിൽ അവർ ഫേസ് ചെയ്യാൻ പോകുന്നത് എന്ന് മദ്യപാനികളുടെ ഭാര്യമാർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഒരിക്കലും അല്ല. നമ്മൾ ഈ ലോകത്തിലുള്ള മിക്ക സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അതറിയാം അല്ലെ? അപ്പം അതറിഞ്ഞിട്ടും ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, സ്ത്രീക്ക് ശത്രു എന്ന് പറയുന്നത് സ്ത്രീ തന്നെയാണ്. ഈ നെഗറ്റീവ് കോമൻസ് ഒക്കെ ഇട്ടിരിക്കുന്നത് സ്ത്രീകൾ തന്നെയാണ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിഞ്ഞുകൂടായികയൊന്നുമില്ല. കാരണം ഈ ലോകത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 10-12 വയസ്സ് മുതൽ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ അറിഞ്ഞ് വളർന്നു വരുന്ന ആളുകളാണ്. പണ്ടത്തെ പോലെ ലോകം കണ്ടിട്ടില്ല. 10-40 വയസ്സാവട്ടെ, അല്ലെങ്കിൽ ഗൾഫിൽ പോയപ്പോഴാണ് ഞാൻ ലോകം കണ്ടത്, ഇങ്ങനൊന്നും പറയാനുള്ള കാലഘട്ടമല്ല ഇത്. പിന്നീട് കുറച്ച് ആളുകൾ പറയുന്നത്, ഈ നെഗറ്റീവ്സ് പറയുന്ന ആളുകൾ കമന്റ് സെക്ഷനിലൊക്കെ ആണെങ്കിലും പറയുന്നത്, ഇതൊക്കെ വിവാഹത്തിന് ശേഷമാണെങ്കിലും അറിഞ്ഞല്ലോ, പിന്നെ എന്തിന് അയാളെ വെച്ചുകൊണ്ടിരുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇവർ സെപ്പറേറ്റ് ആയി, അതായത് ദീപ്തി ടീച്ചർ തീരുമാനിച്ചു അദ്ദേഹത്തെ അവരുടെ ജീവിതത്തിൽ വേണ്ട എന്നുള്ള തീരുമാനമെടുത്തവർ സെപ്പറേറ്റ് ആയി നിന്നതിന് ശേഷവും രണ്ടാമത് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഈ ആദ്യ ഭർത്താവ് ഇവരെ പിന്തുടർന്ന് എത്രമാത്രം ശല്യപ്പെടുത്തുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ? എത്ര വീഡിയോസ് ഈ റീസെന്റ് തന്നെ അവർ പോസ്റ്റ് ചെയ്തു. പല ആളുകളും ചോദിക്കുന്ന ചോദ്യമാണ്, പ്രേമിക്കുന്ന സമയത്ത് മനസ്സിലായില്ലേ, അല്ലെങ്കിൽ കെട്ടിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായില്ലേ, എന്തിന് ഇദ്ദേഹത്തെ കെട്ടി, പ്രായക്കൂടുതലുള്ള ആളെ കെട്ടി എന്നുള്ളത്. ഷെടാ, കെട്ട് കഴിഞ്ഞ് സെപ്പറേറ്റ് ആയി അടുത്ത ആളെ വിവാഹം ചെയ്തതിന് ശേഷം ഇപ്പോൾ ഫോൺ വിളിച്ചും ഇപ്പോഴും പിറകെ നടന്നും കൊല്ലുമെന്നുള്ള വധഭീഷണി മുഴക്കി നടക്കുന്ന മനുഷ്യൻ പ്രേമിച്ച് നടന്നപ്പോൾ എത്രമാത്രം ഇവരെ വല്ലാണ്ട് ഭയപ്പെടുത്തിയിട്ടുണ്ടാവും. പുറകെ നടന്ന് ഇതുപോലെ ട്രാപ്പിലാക്കിയിട്ടായിരിക്കും വിവാഹം ചെയ്തിട്ടുണ്ടാവുക. എല്ലാവരും പറയുന്നു പ്രായമുള്ള മനുഷ്യനെ എന്തിനു കെട്ടി, മദ്യപാനിയാണെന്ന് ഒരിക്കൽ പോലും തിരിച്ചറിഞ്ഞില്ലേ എന്ന്. എങ്ങനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും? ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വേണ്ടാന്ന് ഇവർക്ക് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു സമയത്ത്, അതായത് രണ്ടാം ഭർത്താവിനെ വിളിച്ചിട്ട് പോലും ഇത്ര മോശമായി സംസാരിക്കുന്ന ആദ്യ ഭർത്താവ് പ്രണയിച്ച സമയത്ത് എത്രമാത്രമായിരിക്കും. എത്രയോ പെൺകുട്ടികൾ ഉണ്ടെന്നറിയാമോ ഇങ്ങനെ ഭയന്ന് വിവാഹം കഴിക്കേണ്ടി വരും. പ്രേമിച്ചു പോവും, പക്ഷെ പലപ്പോഴും ഭയന്ന് വിവാഹം കഴിക്കേണ്ടി വരുന്ന സാഹചര്യമുള്ള എത്രയോ പെൺകുട്ടികൾ ഇപ്പോഴും ഉണ്ട്. കാരണം ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും, ഇവർ പിന്നാലെ നടക്കും, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഇവരെ അറ്റാക്ക് ചെയ്യുമെന്നുള്ള ഭീഷണി ഉണ്ടാവും, അല്ലെങ്കിൽ സ്വയം പറയും നിന്നെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ചത്തുപോത്തേ ഉള്ളൂ, ഞാൻ പോയി മരിക്കും എന്നുള്ളത്. ഇതൊക്കെ ഭയന്ന് ഇവർ ഈ ഒരു പുരുഷന് അടിയറവ് വെക്കും അവരുടെ ജീവിതം. ഒടുവിൽ ഈ ആട്ടും തൊഴിയും ചവിട്ടും തല കറങ്ങി വീഴുമ്പോൾ പോലും ചുഴറ്റിയെടുത്ത് കറക്കിയടിക്കുക, തൊഴിക്കുക, ഇമാതിരിയുള്ള മൂന്നാം മുറകളൊക്കെ അനുഭവിച്ച് കഴിയുമ്പോൾ ഗതികെട്ട്, അതായത് ആദ്യം പറഞ്ഞ ആ വാക്കില്ലേ, ഡിവോഴ്സ് എന്ന് പറയുന്ന സംഭവം അഥവാ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അതൊക്കെ സോൾവ് ചെയ്ത് ആ ഒരു കോൺഫിഡൻസ് പോലും, അല്ലെങ്കിൽ അന്ന് പബ്ലിക്കിന്റെ മുന്നിൽ പറഞ്ഞ വാക്ക് ഇവർക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷെ നാണം കെട്ടാലും കുഴപ്പമില്ല, ഇനി സഹിക്കാൻ പറ്റില്ല, ഇനി എനിക്ക് വയ്യ എന്നൊരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പുരുഷന് തോന്നുന്ന സമയത്ത് അവർ ആ ഒരു റിലേഷനിൽ നിന്ന് മാറുക എന്നുള്ളത് ഒരു തെറ്റല്ല. അതിന്റെ അന്തർധാരയിലേക്ക് ഇറങ്ങി നിങ്ങൾ തലേ രാത്രി കിടന്നപ്പോൾ എന്തായിരുന്നു സംസാരിച്ചത്, നിങ്ങൾ തമ്മിലുള്ള സ്വകാര്യ സംഭാഷണത്തിന്റെ ഇടയ്ക്ക് ഇങ്ങനൊന്നും വന്നില്ലേ, എന്തേ നിങ്ങൾ അറിഞ്ഞില്ലേ, അറിഞ്ഞിട്ടും എന്തേ നിങ്ങൾ കളഞ്ഞില്ല, ഷെടാ ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്നതല്ല തക്കാളിയോ വെണ്ടയ്ക്കയോ വല്ലതും ആണോ, ചീഞ്ഞെന്ന് അറിയുമ്പോൾ തന്നെ എടുത്ത് ദൂരേക്ക് പറമ്പിലോട്ടൊക്കെ എടുത്ത് എറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സ്ത്രീ, ഒരു പുരുഷൻ അവരുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ, ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെ പെട്ടെന്ന് തീരുമാനം മാറ്റി അല്ലെങ്കിൽ പിന്നോക്കം മാറി നിന്ന് ഭയങ്കര ബോൾഡായിട്ട് നിൽക്കാൻ പറ്റണം എന്നൊന്നുമില്ല. മനസ്സിലായില്ലേ? പിന്നെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, ദീപ്തി ടീച്ചർ എന്നൊരു വാലുണ്ടല്ലോ, ആ പേരിൻ്റെ ഒരു വാല് ഇവർക്ക് ഭയങ്കര ഒരു ബാധ്യതയായി ചില സമയങ്ങളിൽ വന്നു പെടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതായത് മലയാളികൾക്ക് കേട്ടുപരിചയം ശൈലജ ടീച്ചർ, ശ്രീദേവി ടീച്ചർ, ഇതൊക്കെയാണ്. ശൈലജ ടീച്ചർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു പേരിൻ്റെ കൂടെ ടീച്ചർ ഉണ്ടെങ്കിൽ പിന്നെ അവർ പ്രായത്തിലധികം പക്വതയുള്ള അല്ലെങ്കിൽ ഭയങ്കര പ്രായമുള്ള, എടുക്കാൻ
ചെയ്യാൻ പറ്റാത്ത അത്ര ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ള എല്ലാ മനുഷ്യരുടെയും മുന്നിൽ ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും മാതൃകയോടെ പ്രവർത്തിക്കുന്ന, അങ്ങനെ മാത്രമേ പ്രവർത്തിക്കാമോ, എല്ലാവരും തൃപ്തിപ്പെടുത്തി സംസാരിക്കേണ്ട ഒരു വ്യക്തിയായിരിക്കണം. അതായത് പേരിൻ്റെ ഒപ്പം ടീച്ചർ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ശൈലജ ടീച്ചർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടീച്ചേഴ്സ്, മിനിസ്റ്റേഴ്സിൻ്റെ ഒക്കെ പേരിൻ്റെ കൂടെ നിങ്ങൾ ടീച്ചർ എന്നുള്ള ആ ഒരു വിളിയോടുകൂടി വളരെ സ്നേഹത്തോടെ, അല്ലെങ്കിൽ അവർ ആ രീതിയിൽ വന്ന് സംസാരിക്കും, അത് അവരുടെ ജോലിയാണ്. അപ്പോൾ ദീപ്തി ടീച്ചർ എന്ന് നിങ്ങൾ കാണാതെ ദീപ്തി എന്നൊരു പെൺകുട്ടി, ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. തെറ്റും കുറവുകളൊന്നും ഇല്ലാത്ത മനുഷ്യന്മാരല്ല, പക്ഷേ ഒരുപാട് അനുഭവിച്ച, ഒരു വ്യക്തമായി അവരുടെ ജീവിതത്തിൽ കൃത്യമായി അവർക്കറിയാം അവരെന്താണ് അനുഭവിച്ചത്, എന്താണ് അവർ ചെയ്തത്, എവിടെയാണ് അവർക്ക് തെറ്റുപറ്റിയെന്നുള്ള കാര്യം അവർക്ക് വ്യക്തമായി അറിയാം. ദീപ്തി ടീച്ചർ എന്നുള്ള നിങ്ങൾക്ക് ആ പേര് മാറ്റിയിട്ട് ദീപ്തി എന്ന രീതിയിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കരുണയോടുകൂടി ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതൊരു സാധാരണ പെൺകുട്ടിയാണ്. എടുത്താൽ പൊങ്ങാത്ത ഉത്തരവാദിത്തോടു കൂടി എപ്പോഴും ഇങ്ങനെ ജനസമ്മതി നേടിക്കൊണ്ട് സംസാരിക്കുക, പ്രവർത്തിക്കുക. ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ 6 ദിവസവും ആദിവാസി കോളനികളിൽ പോയി അവർക്ക് വേണ്ട സഹായം ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരൊരിക്കലും അവരുടെ ചാനലിലൂടെ പറഞ്ഞിട്ടില്ല അവരുടെ ചാനൽ എന്ന് പറയുന്നത് ചാരിറ്റിക്ക് വേണ്ടി നടത്തുന്ന ചാനലാണ് എന്ന്. ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ചാനൽ നടത്തുന്നു എന്ന് പറഞ്ഞാൽ എത്ര തട്ടിപ്പുകൾ കഴിഞ്ഞ 2 വർഷം മുന്നേ ഒക്കെ, പേരൊന്നും ഞാൻ പറയുന്നില്ല, പേരൊക്കെ പറഞ്ഞ് വീണ്ടും ആളുകളെ എന്തിനാണ് നമ്മൾ ഇതിലേക്ക് വലിച്ചഴക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ എത്ര തട്ടിപ്പ് നടത്തി. പക്ഷേ ഇവർ എന്ന് പറഞ്ഞാൽ അവരുടെ ചാനലിൻ്റെ പേര് തന്നെ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, അതായത് അവരിങ്ങനെയൊക്കെയാണ്. അവരുടെ ഓരോ വീഡിയോസ് എടുത്ത് നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും അവരുടെ വീട്ടിലുള്ള കാര്യം. എവിടെയെങ്കിലും ക്യാമറ ഓണാക്കി വെച്ചിട്ട് അവർ സംസാരിക്കുന്നു, അവർ കറി വയ്ക്കുന്നു, കപ്പ പുഴുങ്ങുന്നു, പട്ടിയെ കുളിപ്പിക്കുന്നു, കോഴിക്ക് തീറ്റ കൊടുക്കുന്നു, കോഴിയുടെ മുട്ട എടുക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ചാനലാണ്. അതൊരിക്കൽ പോലും അവർ മെൻഷൻ ചെയ്തിട്ടില്ല അത് ചാരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ചാനലാണെന്ന്. അപ്പോൾ അവരുടെ ഇഷ്ടത്തിന്, അവരുടെ ഒരു തൃപ്തിക്ക്, അവർക്ക് കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് ഒരു ഭാഗം അവർക്ക് തോന്നുന്ന സമയത്ത് തോന്നുന്നവർക്ക് ദാനം ചെയ്യുന്നു. അതിനെ ചാരിറ്റി എന്നുള്ള പേരോടുകൂടി മാത്രമേ നമുക്ക് വിളിക്കാൻ പറ്റത്തുള്ളൂ എങ്കിലും അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അത് ചാരിറ്റി ഒന്നുമല്ല. അവർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അവർക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുന്നു, അവർക്ക് തൃപ്തി കിട്ടുന്ന, പൂർണ്ണ തൃപ്തി കിട്ടുന്ന, മനസ്സിനൊരു സുഖം കിട്ടുന്ന, അല്ലേ, അങ്ങനൊരു കാര്യം ചെയ്യുന്നു. അതിനെ ചോദ്യം ചെയ്യാൻ ഒരുപാട് മുതിരണോ എന്നാണ് എൻ്റെ അതിനെ അങ്ങോട്ട് ഒരുപാട് ജഡ്ജ് ചെയ്ത്, അതൊക്കെ മോശമല്ലേ.